വാർത്ത. ഡൽഹിയിലെ INA മാർക്കറ്റിൽ തീപിടുത്തം. മാർക്കറ്റിലെ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. 6 പേർക്ക് പരിക്കേറ്റു. രാധാകൃഷ്ണൻ ചേരുന്ന വിശദാംശങ്ങളുമായി. എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? നിലവിൽ തീ നിയന്ത്രണ വിധേയമായോ? തീർച്ചയായിട്ടും തീ നിയന്ത്രണ വിധേയമായെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ INA മാർക്കറ്റ്, ഡൽഹിയിലെ INA മാർക്കറ്റ് ഈ മലയാളികളൊക്കെ സാധാരണഗതിയിൽ എത്തുന്ന ഒരു ഇടമാണ്. അവിടെയാണ് ഈ കേരള ഹോട്ടലുകളടക്കം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ തീപിടിച്ച ഹോട്ടലിന്റെ റെസ്റ്റോറന്റിന്റെ മേൽക്കൂര അടർന്നു വീഴുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ അത്യാഹിതവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഒന്നിലധികം യൂണിറ്റുകൾ അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് അവരാണ് നേതൃത്വം നൽകുന്നത്. പുലർച്ചെ തന്നെ സജീവമാവുന്ന ഒരു ഇടമാണോ? രാവിലെയാണോ ഈ തീപിടുത്തമുണ്ടായത്? രാവിലെ ഏതാണ്ട് അർദ്ധരാത്രിക്ക് ശേഷമാണ് ആ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഈ INA മാർക്കറ്റ് ആക്റ്റീവ് ആകുന്നത് ഏതാണ്ട് ഒരു 11 മണിക്ക് ശേഷമാണ്. എന്നാൽ അത് പുലർച്ചെയോളം പ്രവർത്തിക്കുന്ന ജനനിബിഡമായിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി. ഡൽഹിയിലെ തിരക്കേറിയ INA മാർക്കറ്റിലെ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. ഏതായാലും തീ നിയന്ത്രണ വിധേയം. പക്ഷേ 6 പേർക്ക് ഈ തീപിടുത്തത്തിൽ പരിക്കേറ്റു എന്ന വിവരമാണ് രാധാകൃഷ്ണൻ പങ്കുവെക്കുന്നത്.